2025 ജൂൺ 24 ബാംഗ്ലൂർ സൗത്ത് ജില്ലയ്ക്കടുത്ത് കൺവ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ. തൊട്ടടുത്തുള്ള ഡാമിനടുത്തായി ഒരാൾ മരിച്ചു കിടക്കുന്നു. വാർത്ത കേട്ടയുടനെ പോലീസ് സംഘം അങ്ങോട്ടേക്ക് കുതിച്ചു. അവിടെ എത്തിയ പോലീസ് കണ്ടത് ഡാമിന് സമീപത്തായി ഒരാൾ മരിച്ചു കിടക്കുന്നു. തൊട്ടടുത്തായി ഒരു സ്ത്രീ അലമുറയായിട്ട് കരയുന്നു. കുറച്ചകലെയായി ഒരു കാർ കിടപ്പുണ്ട്. തൊട്ടടുത്തൊരു വിഷക്കുപ്പി കണ്ട പോലീസ് സംഘം അത് കുടുംബ പ്രശ്നം മൂലമുള്ള ഒരു ആത്മഹത്യയെന്ന് ഉറപ്പിക്കുകയും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്തു. പിന്നാലെ മരിച്ച ആളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നു. മരിച്ചത് മകളി ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റായിരുന്ന ലോകേഷ് കുമാർ. തൊട്ടടുത്തിരുന്ന് കരയുന്ന സ്ത്രീ നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗവും ലോകേഷ് കുമാറിന്റെ ഭാര്യയുമായ ചന്ദ്രകല. തെളിവെടുപ്പ് നടത്തിയ CI BK പ്രകാശും സബ് ഇൻസ്പെക്ടർ സഹാന പാട്ടീലും ഒരു കാര്യം ശ്രദ്ധിച്ചു. മൃതദേഹത്തിനടുത്ത് കിടന്ന വിഷക്കുപ്പിക്ക് അടപ്പില്ല. അതുപോലെ മൃതദേഹത്തിന് ഒരു കാലിൽ മാത്രമേ ചെരുപ്പുണ്ടായിരുന്നുള്ളൂ. ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ച് ആരാണ് ആത്മഹത്യ ചെയ്യുന്നത്? പോലീസ് സംഘത്തിന്റെ ഉള്ളിൽ സംശയം നിഴലിച്ചു. ലോകേഷ് കുമാർ ബാംഗ്ലൂരിനടുത്തെ ചന്നപട്ടണ, സങ്കടക്കട്ട എന്നീ പ്രദേശങ്ങളിൽ കോഴിക്കടകൾ നടത്തിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗമായ ഭാര്യ ചന്ദ്രകല മരണത്തിന്റെ തൊട്ടു പിന്നീട് തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടുകയും അവിടെ പൊട്ടിക്കരയുകയും ചെയ്തു. തൊട്ടു പിന്നാലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. വിഷം കഴിച്ച ഒരാളുടെ വയറ്റിലാണ് കൂടുതലും വിഷാംശം ഉണ്ടാകേണ്ടത്. എന്നാൽ ലോകേഷ് കുമാറിന്റെ നെഞ്ചിലായിരുന്നു കൂടുതൽ അളവിലും വിഷാംശം ഉണ്ടായിരുന്നത്. ബലമായി വിഷം കഴിപ്പിച്ചതാണ് എന്ന പോലീസ് സംഘത്തിന്റെ സംശയത്തിന് അതോടെ ആക്കം വയ്ക്കുകയും തൊട്ടടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒന്നുകൂടി പോസ്റ്റ്മോർട്ടം നടത്തി അവരത് ഉറപ്പിക്കുകയും ചെയ്തു. ഗ്രാമവാസികളുടെ മൊഴിയെടുത്തതിൽ നിന്നും തലേന്ന് രാത്രിയിൽ, അതായത് ജൂൺ 23 രാത്രിയിൽ ഒരു കറുത്ത കാർ ആ പ്രദേശത്ത് കണ്ടിരുന്നുവെന്ന് മനസ്സിലായി. തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങൾ, അതായത് ഡാമിന്റെ സമീപത്തെ ഹോട്ടലിലെയും അതുപോലെ പെട്രോൾ പമ്പിലെയും ഒക്കെ CCTV ദൃശ്യങ്ങൾ അത് ശരിവെക്കുകയും ചെയ്തു. ലോകേഷ് കുമാറിന്റെ ഭാര്യയായ ചന്ദ്രകലയ്ക്ക് മറ്റൊരാളുമായി അതിരുവിട്ട ബന്ധമുണ്ടായിരുന്നു എന്ന സംശയം ലോകേഷിന്റെ ബന്ധുക്കൾ പോലീസിനോട് പങ്കുവച്ചു. അങ്ങനെ ചന്ദ്രകലയുടെ കോൾ ലിസ്റ്റ് പരിശോധിക്കാൻ പോലീസ് തയ്യാറായി. അതിൽ നിന്ന് പോലീസിന് ഒരു കാര്യം മനസ്സിലായി. ജനറൽ പോസ്റ്റ് ഓഫീസിലെ, അതായത് ബാംഗ്ലൂരിലെ ജനറൽ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരനായ യോഗേഷ് കുമാറുമായി ചന്ദ്രകലയ്ക്ക് അതിരുവിട്ട ബന്ധമുണ്ടായിരുന്നു. നിരന്തരം അവർ തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് കണ്ടെത്തി. തുടർന്നുള്ള ചോദ്യം ചെയ്യൽ യോഗേഷ് കുമാറും ചന്ദ്രകലയും കുറ്റം സമ്മതിച്ചു. തങ്ങളുടെ ബന്ധത്തെ എതിർത്ത ലോകേഷ് കുമാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇരുവരും പദ്ധതിയിട്ടിരുന്നു. അങ്ങനെ ചന്ദ്രകല നൽകിയ വിവരമനുസരിച്ച് യോഗേഷ് കുമാർ ലോകേഷിനെ പിന്തുടർന്നു. ഒരാഴ്ച മുമ്പ് മാത്രം വാങ്ങിയ കറുത്ത കാറിലായിരുന്നു പിന്തുടർന്നത്. 3 കൂട്ടാളികളും യോഗേഷിന്റെ ഒപ്പമുണ്ടായിരുന്നു. തങ്ങളുടെ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ലോകേഷിന്റെ കാറിൽ അവർ ഇടിപ്പിച്ചു. തൻ്റെ കാറിന്റെ കേടുപാടുകൾ പരിശോധിക്കാനായി പുറത്തിറങ്ങിയ ലോകേഷിനെ അവർ ബലമായി തങ്ങളുടെ കറുത്ത കാറിൽ കയറ്റുകയും വായിലേക്ക് വിഷം ബലമായി ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. മൃതദേഹം നിലത്ത് കിടത്തുകയും ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വിഷക്കുപ്പി അടുത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ബലപ്രയോഗത്തിനിടയിൽ കുപ്പിയുടെ അടപ്പ് ഊരിപ്പോയിരുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നില്ല. അതുപോലെ ഒരു ചെരുപ്പ് ദൂരെ തെറിച്ചു പോയത് എടുത്തു വയ്ക്കാനും അവർ മറന്നുപോയിരുന്നു. ഈ 2 കാര്യങ്ങളും പോലീസിന്റെ അന്വേഷണത്തിൽ നിർണായകമാവുകയും ചെയ്തു. അങ്ങനെ പഴുതടച്ചുള്ള അന്വേഷണത്തിലൂടെ നാടിനെ നടുക്കിയ ഒരു അരിങ്കൊലയ്ക്ക് പിന്നിലെ ഘാതകരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചു. ഇതുപോലെ മറ്റൊരു റിയൽ ലൈഫ് ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്